ഇതൊരു യാത്രയുടെ കഥയാണ്. എന്നാൽ ഈ യാത്രയിലെ താരം യാത്ര നടത്തിയ ആൾ തന്നെയാണ്. ഇത് തൊടുപുഴക്കാരി ജിൽബോൾ മാരി തോമസ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് എത്താനായി നടത്തിയ യാത്രയുടെ പോരാട്ടത്തിന്റെ കഥ. രണ്ടായിരത്തി 2014 ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ആദ്യ ശ്രമം തുടങ്ങുന്നത്. അപ്പോൾ എന്നെപ്പോലുള്ള മറ്റൊരാളുടെ ലൈസൻസിൻ്റെ കോപ്പി ഹാജരാക്കാൻ എന്നോട് പറഞ്ഞു. സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലാത്ത ആ ഒരു കാലത്ത് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. 2023 വരെ കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട്. മുതൽ ആരംഭിച്ച് വർഷങ്ങൾ നീണ്ട നിയമയുദ്ധങ്ങൾ, കോടതി മുതൽ കേന്ദ്ര സർക്കാരിനെ വരെ സമീപിച്ചു നടത്തിയ പോരാട്ടങ്ങൾ, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായി എത്തിയ പ്രതിസന്ധികൾ. പക്ഷെ അതൊന്നും ജിലുവിന്റെ യാത്രയെ തളർത്തിയില്ല. എനിക്കൊരു 4.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് മമ്മി മരിക്കുന്നത്. അതിനുശേഷം ഞാൻ ചങ്ങനാശ്ശേരി എസ് ടി സിസ്റ്റേഴ്സ് നടത്തുന്ന മേഴ്സി ഹോം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ചു വളർന്നു വന്നത്. അവിടെ വെച്ചാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ കാലുകൊണ്ട് ചെയ്യാനായിട്ട് ശീലിച്ചത്. ചെറുപ്പം മുതലേ എനിക്ക് കാറുകളോട് ഭയങ്കര താല്പര്യമായിരുന്നു. എൻ്റെ പപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് കാണണമെന്നുള്ളത്. പക്ഷേ ഇത് നടക്കുന്ന സമയത്ത് പപ്പ ഉണ്ടായിരുന്നില്ല. എന്നാലും പപ്പയ്ക്കിത് മുകളിലിരുന്ന് കാണുമ്പോൾ വലിയ അഭിമാനമായിരിക്കും. കൈയെത്താത്തിടത്ത് കാലെത്തിയാലോ? പറ്റില്ല എന്ന് പറഞ്ഞ ലോകത്തോട് പറ്റുമെന്ന് പറഞ്ഞ നിശ്ചയദാർഢ്യം, അതാണ് ജിലുമോളുടെ യാത്ര. കൈയില്ലാത്തതിൽ വിഷമം തോന്നേണ്ട കാര്യമില്ലല്ലോ, കാലുണ്ടല്ലോ എനിക്ക്. അതെ, ജിലുമോൾ യാത്ര തുടരുകയാണ്. ഇനിയും മുന്നോട്ട് തന്നെ. ഒരുപാട് പേർക്ക് വഴി കാണിച്ചു കൊടുക്കാനുള്ള യാത്ര. അതെ, സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര.